ഗോവിന്ദചാമി ജയിൽ ചാടുന്നതിന്റെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സെല്ലിന്റെ സമീപത്തുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തുവന്നത്. സെല്ലിന് പുറത്തു കടന്ന ശേഷം 3 തവണ തിരികെ വരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എത്രത്തോളം ആസൂത്രണം ചെയ്താണ് അത് പ്ലാൻ ചെയ്തത് എന്നുള്ളത്. മറ്റൊന്ന്, ഗോവിന്ദചാമിയുടെ മൊഴി മറ്റാരും സഹായിച്ചിരുന്നില്ല എന്ന മൊഴി കൂടി ശരിവെക്കുകയല്ലേ ദൃശ്യങ്ങൾ? ധന്യ, അതീവ സുരക്ഷയുണ്ടെന്ന് അവകാശപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ സെല്ലിനുള്ളിൽ നിന്ന് ഒരു കൊടും ക്രിമിനൽ അനായാസം ഇറങ്ങി പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2 CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. അതിലൊന്ന് ഇയാൾ സെല്ലിനുള്ളിൽ നിന്ന് പുറത്തു കടക്കുന്നതും മറ്റൊന്ന് സെല്ലിനുള്ളിൽ നിന്ന് പുറത്തു കടന്ന് ജയിൽ കോമ്പൗണ്ടിനുള്ളിലൂടെ നടന്ന് അവിടുത്തെ മതിലിന്റെ സമീപത്തേക്ക് നടന്നു പോകുന്നതുമായ 2 ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ 2 ദൃശ്യങ്ങളും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട 2 ദൃശ്യങ്ങളാണ്, നിർണായകമായ 2 ദൃശ്യങ്ങളാണ് എന്ന് പറയാതിരിക്കാനാവില്ല. അതിൽ ഒന്നാമത്തെ ദൃശ്യം നോക്കൂ. അത് B10 ബ്ലോക്കിലെ ബി ബ്ലോക്കിലെ B10 സെല്ലിനുള്ളിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത്. അതിന്റെ ഏറ്റവും അടിഭാഗത്തെ 2 കമ്പികൾ മുറിച്ച് അതിലൂടെ നൂഴ്ന്നാണ് ഗോവിന്ദചാമി പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ തന്നെ ഏതാണ്ട് 10-28 ദിവസം നീണ്ടുനിന്ന കൃത്യമായ ആസൂത്രണത്തിലൂടെയായിരുന്നു ഗോവിന്ദചാമി ഇത്തരത്തിൽ പുറത്തിറങ്ങാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നത്. അതിന്റെ ഭാഗമായി അരം ഉപയോഗിച്ചുകൊണ്ട് ജയിലിന്റെ സെല്ലിന്റെ ഏറ്റവും അടിഭാഗത്തെ 2 കമ്പികൾ മുറിച്ചു മാറ്റുകയും അതിനുള്ളിലൂടെ നൂഴ്ന്ന പുറത്തേക്ക് ഇറങ്ങുകയുമാണ് ചെയ്തത്. 3 തവണ ഇയാൾ തിരികെ മടങ്ങി വരുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ആ നീണ്ട വരാന്തയിലൂടെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് ആദ്യം ഇയാൾ നൂണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു, അതിനുശേഷം പുറത്തുപോയ അയാൾ വീണ്ടും തിരികെ വരുന്നു, വീണ്ടും മടങ്ങുന്നു, പിന്നെയും തിരികെ വരുന്നു. അങ്ങനെ 3 തവണ തിരികെ വരുന്നുണ്ട്. 2 കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒന്ന്, ഇയാളും ഇയാളുടെ സഹതടവുകാരനായ തമിഴ്നാട് സ്വദേശിയും ചേർന്നാണ് ഇത്തരത്തിൽ ഒരു ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്യുന്നത്. എന്നാൽ ആദ്യം ഗോവിന്ദചാമിയാണ് നൂഴ്ന്ന പുറത്തേക്ക് ഇറങ്ങുന്നത്. തൊട്ടു പിന്നാലെ ഈ സഹതടവുകാരൻ കൂടി പുറത്തേക്ക് ഇറങ്ങുമെന്ന് ഇയാൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ആ ചെറിയൊരു സ്പേസിലൂടെ സഹതടവുകാരന് ഇറങ്ങി വരാൻ കഴിയാതെ വന്നു. കുറെ കൂടി ശരീരപ്രകൃതിയുള്ള ഒരു തടവുകാരനാണ് അയാൾ. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ ചെറിയ സ്പേസിലൂടെ പുറത്തേക്ക് ഇറങ്ങി വരാൻ കഴിയാതെ വന്നു. ഒരുപക്ഷെ അയാളെ പുറത്തിറക്കാൻ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം 2 തവണ കൂടി ഗോവിന്ദചാമി മടങ്ങിപ്പോകുന്നത്. മറ്റൊന്ന്, ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയത് വസ്ത്രങ്ങളും ഒപ്പം ബെഡ്ഷീറ്റ്, പുതപ്പ് എന്നിവ ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയ ഒരു വടത്തിലൂടെയാണ്. ഒരുപക്ഷെ ആ പുതപ്പും മറ്റും എടുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും, അതിനുവേണ്ടിയായിരിക്കാം വീണ്ടും അയാൾ മടങ്ങി വന്നതും തിരികെ പോകുന്നതും എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും അവിടെ നിന്ന് അയാൾ വളരെ കൂളായി ഇറങ്ങി പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ജയിൽ കോമ്പൗണ്ടിലെത്തി. ജയിൽ കോമ്പൗണ്ടിൽ 2 മതിലുകളാണുള്ളത്. ഒരു വലിയ മതിലുണ്ട്, അതിനുശേഷം നമ്മൾ പുറമേ കാണുന്ന വലിയ മതിലുമുണ്ട്. ആ ആദ്യത്തെ ചെറിയ മതിലിനടുത്തേക്ക് അയാൾ നടന്നു വരുന്നതുമായ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നോക്കൂ, ആ ദൃശ്യങ്ങളിൽ എവിടെയും ഗോവിന്ദചാമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്കണ്ഠയോ ഒരു ജയിൽ ചാടുന്ന തടവുകാരന്റെ എത്രത്തോളം കൃത്യമായിട്ട്, അതായത് CCTV പോലും നിരീക്ഷിക്കുന്നില്ല എന്നത് ഗോവിന്ദചാമിക്ക് അറിയാമായിരുന്നു എന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. അതിനേക്കാൾ പാറാവുകാരുണ്ടാവും, സ്വാഭാവികമായിട്ടും ഹൈറ്റിൽ വരെ നിൽക്കുന്ന പാറാവുകാരുണ്ട്. ഇവരാരും ഇത് കണ്ടില്ല, ഇല്ലെങ്കിൽ എല്ലാം അത്രയും നിശബ്ദമായിരിക്കുന്ന ഒരു സമയം അതെങ്ങനെ ഗോവിന്ദചാമിക്ക് പിടികിട്ടി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടിയിൽ നിൽക്കുമോ കാര്യങ്ങൾ എന്നുള്ളത് കൂടിയാണ്. ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഡ്യൂട്ടിക്ക്, ഇവർക്കെല്ലാം ഈ നടപടി മതിയാകുമോ? ഇനി കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമോ?
കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ച വളരെ കൃത്യമായി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ആ നീണ്ട ഇടനാഴി നോക്കൂ. ആ നീണ്ട ഇടനാഴികളിൽ എവിടെയും ഏതെങ്കിലും ഒരു പാറാവുകാരന്റെ സാന്നിധ്യം പോലും ആ സമയത്തില്ല. മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങി ഇയാൾ നടന്നു വരുന്ന വഴിയിൽ ജയിൽ കോമ്പൗണ്ടിൽ എവിടെയും പാറാവുകാരില്ല. ഏറ്റവും അതീവ സുരക്ഷിതമായ എന്ന് കരുതുന്ന ബ്ലോക്കുകളാണ് D-B ബ്ലോക്കുകൾ. ഏറ്റവും കൊടും ക്രിമിനലുകളായ കുറ്റവാളികളെ പാർപ്പിക്കുന്ന ബ്ലോക്കുകളാണ്. ആ രണ്ട് ബ്ലോക്കുകളുടെ ആ ഭാഗത്ത് എവിടെയും ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പാറാവുകാരന്റെ സാന്നിധ്യം പോലും ഇല്ലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഇയാൾ പുറത്തിറങ്ങുന്നതും തിരികെ കയറിപ്പോകുന്നതും വീണ്ടും ഇറങ്ങി വരുന്നതും അങ്ങനെ 3 തവണ ഇറങ്ങി കയറിപ്പോകുന്നതും ഒപ്പം ജയിൽ കോമ്പൗണ്ടിലൂടെ നടന്നു പോകുന്നതുമായ മുഴുവൻ ദൃശ്യങ്ങളും ആ സമയത്ത്